വിഖ്യാത ഗായിക എസ് ജാനകി അന്തരിച്ചു. മൈസൂരുവിലാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വൈകുന്നേരത്തോടുകൂടിയാണ് അന്ത്യം സ്ഥിരീകരിച്ചത്. 88 വയസ്സായിരുന്നു. വിവിധ ഭാഷകളിലായി, ഏതാണ്ട് 20 ഭാഷകളിലായി 10,000-കണക്കിന് ഗാനങ്ങൾ ആലപിച്ച വിഖ്യാത ഗായികയാണ്. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഗായികയാണ് വിടവാങ്ങുന്നത്. ആയിരക്കണക്കിന് ഗാനങ്ങൾ ഇപ്പോൾ മുൻ MLA-യും ഗായികയും ഒക്കെയായ ദലീമ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീമതി ദലീമ, എങ്ങനെയാണ് ജാനകി അമ്മയുടെ വിയോഗത്തെ കേൾക്കുന്നത്? എന്താണ് വ്യക്തിപരമായി ഉള്ള പരിചയം, അനുഭവമൊക്കെ പങ്കുവെക്കാൻ? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം വിഷമത്തോടുകൂടെ ഞാൻ ഇതിപ്പോ കേട്ടിരിക്കുന്നത്. എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം ഞാൻ ഒരു ഗായികയായി മാറിയത് ജാനകിയമ്മയുടെ പേരിലാണ്. ജാനകിയമ്മയുടെ പേര് പറഞ്ഞാണ് എന്നെ ഗായികയാക്കി തീർത്തത്. അപ്പോ അത് തന്നെയല്ല, ജാനകിയമ്മയുടെ ഒരുവിധപ്പെട്ട പാട്ടുകളെല്ലാം തന്നെ എന്നെ കൊണ്ട് സരിഗ അബൂക്ക പാടി ഇറക്കിയിരുന്നു. വിൽസൺ ഓഡിയോസ്, അങ്ങനെ പല ഓഡിയോസ് ജാനകിയമ്മയുടെ പാട്ടുകൾ എന്നെ കൊണ്ട് ഇറക്കിയിരുന്നു. തളിരിട്ട കിനാക്കള്, മഞ്ഞണിപ്പൂ നിലാവ്, കേശാതിപാദം, പ്രേതഗാനങ്ങള്, ജാനകിയമ്മയുടെ എല്ലാം താരാട്ട് പാട്ടുകൾ, അത് വിവിധ പാട്ടുകളായിട്ട് തന്നെ എന്നെ കൊണ്ട് ഇറക്കിയിരുന്നു. ആ കാസറ്റുകളെല്ലാം വൻ വിജയമായിരുന്നു. അപ്പോ ഒരുപക്ഷെ ഒരു ജീവിതത്തിൽ ഒരു ഗായികയായി തീർന്നത് ജാനകിയമ്മയുടെ പേരിലാണ്. അപ്പോ ഒരിക്കലും അമ്മ നമ്മളുടെ എല്ലാവരുടെയും, മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല. കാരണം ഇപ്പോ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അമ്മ ഉണ്ടാവും, എന്നും ഉണ്ടാവും. അത്രയേറെ പാട്ടുകൾ, അത്രയേറെ മനോഹര ഗാനങ്ങള് ആണ് നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ചിട്ടാണ്. അതും ജാനകിയമ്മയുടെ പാട്ടുകള് ഒരുപക്ഷെ ഒരു അക്ഷരസ്ഫുടതയോടുകൂടെ, കാരണം മറ്റൊരു നാട്ടിലാണ് ജനിച്ചതെങ്കിലും മലയാളം ഇത്രയും ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു നല്ലൊരു ഗായിക, അതിമനോഹര, ആ ശബ്ദം തന്നെ അതിമനോഹരായിരുന്നു. ഏതായാലും ആ പേരിൽ എനിക്ക് അറിയപ്പെടുവാനൊക്കെ സാധിച്ചത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പക്ഷെ ജാനകിയമ്മയെ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. ഞാൻ മുന്നേയൊക്കെ ആഗ്രഹിച്ചെങ്കിലും പോയില്ല കാണുവാൻ. നിങ്ങളെല്ലാരും വിചാരിക്കും ഞാൻ ജാനകിയമ്മയെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇല്ല, എന്റെ പാട്ടുകൾ ജാനകിയമ്മ കേട്ടിട്ടുണ്ട്, വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എനിക്ക്. കാരണം നസിമിക്ക വഴിയും അബൂക്ക വഴിയും ഒക്കെ ജാനകിയമ്മ കേട്ടിരുന്നു എന്ന് അവരെന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഒരു ഇന്റർവ്യൂവിൽ ജാനകിയമ്മ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോ ആ ഓർമ്മകളുടെ മുന്നില് ഒരുപക്ഷെ നമുക്കൊരിക്കലും ജാനകിയമ്മ ഇനിയും കാലങ്ങളോളം ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹമായിരുന്നത്. കാരണം ജാനകിയമ്മയുടെ പാട്ടുകൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല. പാട്ടുകളിലൂടെ ഞാനൊക്കെ ജീവിച്ചവരാണ്. അപ്പോ അതൊന്നും മലയാളികളുടെ ഹൃദയത്തില് ഒന്നും മായത്തില്ല. ആ ഓർമ്മയുടെ മുന്നിൽ നമ്മള് ശിരസ് നമിക്കുകയാണ്. തീർച്ചയായും ജാനകിയമ്മയുടെ ഒരുപാട് ഗാനങ്ങൾ പാടിയപ്പോഴും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്നൊരു ദുഃഖം, അത് ദുഃഖമായി തന്നെ നിലനിൽക്കും. ദുഃഖമായിട്ട് തന്നെ നിലനിൽക്കും. കാരണം മറ്റ് സുശീലാമ്മേനെ എല്ലാവരും കണ്ടിട്ടുണ്ട്, മാധുരിയമ്മേനെ, സുശീലാമ്മ എല്ലാരും നേരിട്ട് കണ്ടവളാണ്. പക്ഷെ ജാനകിയമ്മേനെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോ ജാനകിയമ്മയുടെ പേരുകൾ പാട്ടുകളിലൂടെയൊക്കെ അറിയപ്പെടുമ്പോഴും ഈ സ്വാഭാവിക ഉച്ചാരണത്തോടെ പാടാൻ കഴിയുന്ന ആ ഒരു പ്രത്യേക കഴിവിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഓരോ ഗാനത്തിന്റെയും വികാരം ഉൾക്കൊണ്ട് അതുപോലെ പാടാൻ, അത് മനസ്സിൽ നേരിട്ടെത്തിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക പ്രതിഭ കൂടി ജാനകിയമ്മയ്ക്ക് സ്വന്തമായുണ്ട്. ജാനകിയമ്മയുടെ ഗാനങ്ങൾ പാടുമ്പോൾ അതൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, എങ്ങനെ അതിനെ പിൻപറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്? ജാനകിയമ്മയുടെ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ശരിക്കും ഭാവം ഉൾക്കൊണ്ടാണ് ജാനകിയമ്മ പാടുന്നത്. ഒരു പാട്ട് അതിലെ കവിതകളിലൂടെ ജാനകിയമ്മ സഞ്ചരിക്കുമായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഒരുപക്ഷെ ഗായകര് ചിന്തിക്കാത്ത ഒരു തലങ്ങളിലൂടെ, അതായത് ഒരു സംഗീതം മ്യൂസിക് മാത്രമല്ല, അതായത് പാട്ട് സംഗീതം മാത്രമല്ല, അതിൻ്റെ അകത്തുള്ള വരികൾ എങ്ങനെയാണോ ആ വരികളിൽ സഞ്ചരിക്കുന്നവളായിരുന്നു ജാനകിയമ്മ. അതായത് കവിതകളിലൂടെ സഞ്ചരിക്കും. ഇപ്പൊ നമ്മളൊരു കളിയാക്കിന്റെ പാട്ടാണ് പാടുന്നതെങ്കിൽ അത് കളിയാക്കായിട്ട് തോന്നുന്ന രീതിയിലാണ് ജാനകിയമ്മ പാടുന്നത്. കൊച്ചുകുട്ടികളുടെ പാട്ടുകൾ, കുഞ്ഞുങ്ങൾ പാടുന്നത് പോലെ അതേപോലെ തന്നെ ആ ഭാവം ഉൾക്കൊണ്ട ജാനകിയമ്മ പാടും. ശോകഗാനങ്ങളാണെങ്കിൽ ജാനകിയമ്മ പാടുന്ന ശോകഗാനങ്ങൾ നമ്മൾ ഒരുപക്ഷെ പൊട്ടിക്കരഞ്ഞു പോകും. അതുപോലെ ആ ഭാവം ഉൾക്കൊണ്ട് പാടുന്ന ഒരു ഗായികയായിരുന്നു നമ്മുടെ ജാനകിയമ്മ.
അപ്പൊ അത് ഞാൻ പാടുവാനായിട്ട് ശ്രമിക്കുമ്പോൾ പരമാവധി ഞാൻ അത് എന്താ പറയാ, പാട്ടിലൂടെ ആ കവിതകളിൽ സഞ്ചരിക്കാൻ ഞാനും പരമാവധി ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും മനുഷ്യര് എന്റെ പാട്ടിനെ സ്വീകരിച്ചതെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് എന്റെ ജീവിതത്തില് ഉണ്ടായി എന്നുള്ളതാണ്. അത് ഇപ്പോ വ്യക്തിപരമായി കൂടി വിഷമത്തിന്റെ ഒരു സമയമാണ്. എങ്കിൽ പോലും ഏറ്റവും നെഞ്ചോട് ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആസ്വദിച്ച് പാടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി, ജാനകി അമ്മയെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഒന്ന് ആലപിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.